മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. 1111 ഡിവൈൻ ജസ്റ്റിസ് ടാരറ്റ് ഫാമിലിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. വളരെ അവിചാരിതമായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുകയുള്ളൂ. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് വളരെ വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെലവിട്ട ആ ഒരു സുന്ദര നിമിഷത്തെ പറ്റി ആലോചിക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റേറ്റ്, നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ദ ജഡ്ജ്മെൻറ്റ്, ദ എംപറർ, ദ ഫോർ ഓഫ് സോർഡ്സ് ആൻഡ് ദ ഹൈ പ്രീസ്റ്റസ്. ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ബന്ധം ഒരു പുനർവിചാരണ ഘട്ടത്തിലാണ്. അതായത് പഴയ കാര്യങ്ങൾ റീവിസിറ്റ് ചെയ്ത് ഒരു പുതിയ തുടക്കം വേണമോ വേണ്ടായോ എന്ന് രണ്ടുപേരും ആലോചിക്കുന്ന ആ ഒരു അവസ്ഥ. എംപറർ എനർജി കാണിക്കുന്നത് ഒരാൾ അല്ലെങ്കിൽ ഇരുവരും ഒരു കൺട്രോൾ കൂടി കുറച്ചധികം ഈഗോയോട് കൂടി അങ്ങനെ തുടരുന്ന അവസ്ഥ. ഫോർ ഓഫ് സോർഡ്സ് പറയുന്നത് ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു ബ്രേക്ക് ഘട്ടത്തിലാണ്. ഒരാൾ ഇതിൽ നിന്നും അല്പം പിന്മാറിയതിനെ തുടർന്ന് മറ്റേയാൾ മനസ്സോടുകൂടി അല്ലെങ്കിൽ തന്നെയും അവരും ഒരു ബ്രേക്കപ്പ് മോഡിലേക്ക് പോയിരിക്കുന്നു. ഇരുവരും ഇപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കും മറ്റേ ആൾക്കും തമ്മിൽ ഒരു സൈലന്റ് കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്കിടയിൽ സംസാരമില്ല എങ്കിലും എനർജി ലെവലിൽ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതായത് ഓവറാൾ ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബ്രേക്കപ്സ് അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും ആലോചിക്കുന്നുണ്ട്. എന്താ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്, ഈ ഒരു വ്യക്തിക്ക് ഞാൻ മാപ്പ് നൽകണമോ എന്ന് രണ്ടുപേരും ആലോചിക്കുന്നു. ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ജഡ്ജ്മെന്റ് കാർഡ് ഈ ഒരു ബന്ധത്തിന്റെ കാർമിക് ക്ലോഷറിനെയും ഒരു സ്പിരിച്വൽ അവൈക്കനിങ്ങിനെയും സൂചിപ്പിക്കുന്നു. ഇതിൽ ഒരാൾ ഒരു എംപറർ എനർജിയിലാണ്, ഒരു മോസ്റ്റ് പ്രോബബ്ലി മാസ്കുലൈൻ എനർജി കൺട്രോൾ ചെയ്ത് അങ്ങനെ നിൽക്കുന്നു. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ, ഇമോഷണലി എക്സ്പ്രസീവ് അല്ലാത്ത ഒരാൾ. ഒരു ഈഗോ ക്ലാഷ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു സൈലൻസിൽ, അതായത് ഒരു ഹീലിംഗ് ഫേസിൽ, ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്ന ആ ഒരു സമയം. യൂണിവേഴ്സ് പറയുന്നത് റെസ്റ്റ് ബിഫോർ ദ നെക്സ്റ്റ് മൂവ്. നിങ്ങൾക്ക് തമ്മിൽ ഒരു ഡീപ്പ് സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സൈലന്റ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില സയൻസ് തരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സൈലൻസ്, ഹീലിംഗ് ആൻഡ് ഡിവൈൻ റിയലൈസേഷൻ ആണ്. അടുത്തതായി നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കാം. ഭാവി എന്താണ്? ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ 5 ഓഫ് വോൺസ്, ഏസ് ഓഫ് കപ്സ്, ദ ഹയറോഫന്റ്, ദ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. 5 ഓഫ് വോൺസ് പറയുന്നു അടുത്തിടെ തന്നെ നിങ്ങൾക്കിടയിൽ ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടായെന്ന് വരാം. ചിലർക്ക് ഇത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാകാം. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ, ഒരു കാര്യത്തിൽ തന്നെയുള്ള പല പല അഭിപ്രായങ്ങൾ. ഇതൊരു പെർമനന്റ് കോൺഫ്ലിക്റ്റ് അല്ല, പക്ഷേ ഇത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് ഫേസ് വരുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരിക. പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് വളരെ ഒരു പ്യുവർ എനർജി ലവ് കാർഡാണ്. ഇതൊരു ഇമോഷണൽ റിന്യൂവൽ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇൻ ലവ് കാണിക്കുന്നു. പഴയ ആളുകളുമായിട്ടുള്ള റെക്കൺസിലേഷൻ, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രഷ് ഇമോഷണൽ ഓപ്പണിംഗ് ആണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹം വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ദ ഹയറോഫന്റ് എനർജി ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ്. ഈ ഒരു കാർഡ് ഒരു കൺവെൻഷണൽ ബോണ്ട്, വാല്യൂസ് ആൻഡ് സ്പിരിച്വൽ കണക്ഷനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ല. യൂണിവേഴ്സ് ഇതിനെ ഒരു സ്പിരിച്വൽ ലേണിംഗ് ആയി കാണുന്നു. ഒരുപക്ഷെ ഇരുവരും ഒരുമിച്ച് വളരാനുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെന്റക്കിൾസ് കാർഡ് ഒരു സ്ലോ എനർജി ബട്ട് സ്റ്റഡി ഇൻ പ്രോഗ്രസ്. ഒരാൾ ഇൻകൺസിസ്റ്റന്റ് എനർജി, മറ്റൊരാൾ വെയിറ്റിംഗ് എനർജി. കുറച്ച് സ്ലോ ആണെങ്കിൽ തന്നെയും ഈ ഒരു ബന്ധം വളരെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകും. പേഷ്യൻസ് ഈസ് ദ മെയിൻ കീ, ഡോണ്ട് റഷ് ഡിവൈൻ ടൈമിംഗ്. നിങ്ങൾ രണ്ടുപേരും സ്ലോ ഹീലിംഗ് എനർജിയിലാണ്. ഇത് റിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ്ങർ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതൊരു ഹാർഡ് വർക്ക്, എഫേർട്ട്, ഡെഡിക്കേഷൻ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധം ഓട്ടോമാറ്റിക്കായി റിസോൾവ് ആകില്ല. രണ്ടുപേരും ടൈം, പേഷ്യന്റ്, സിൻസിയർ എഫേർട്ട് നൽകുമ്പോൾ മാത്രം
ഇതൊരു ബ്രേക്കപ്പ് മാറി നിങ്ങളുടെ ഒരു സ്റ്റേബിൾ കണക്ഷനിലേക്ക് പോകും. നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും ഈ ഒരു ബന്ധം ഒരു ഹീലിംഗ് പ്ലസ് റീ അലൈൻമെന്റ് പാതയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു സൈലന്റ് ഫേസിൽ പോലും സോൾ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഈഗോയെ സറണ്ടർ ചെയ്യുക ആൻഡ് ലെറ്റ് ലവ് റീബിൽ വിത്ത് വിസ്ഡം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ലവ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കില്ല. രണ്ടുപേരും ഈ ഒരു ഹീലിംഗ് എനർജിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ബന്ധത്തെ നോക്കിക്കണ്ട് അതിനകത്തുള്ള ആ ഒരു തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഒരു കമ്മിറ്റ്മെന്റ് ഫേസിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇതൊരു അതിമനോഹരമായ ഒരു സ്റ്റേബിൾ ബന്ധമായിരിക്കും. ഈ ഒരു ബ്രേക്കപ്പ് പീരീഡ് കൊണ്ട് ഈ ഒരു ടൈം എന്നത് വളരെ ശക്തമായ ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കും. ബിഹൈൻഡ് യുവർ സൈലൻസ് യൂണിവേഴ്സ് പ്രിപ്പയറിംഗ് ബോത്ത് ഹെർട്ട് ഫോർ എ ഡിവൈൻ യൂണിയൻ. ട്രസ്റ്റിംഗ് ദ ടൈമിംഗ്, സറണ്ടർ ഈഗോ ആൻഡ് സ്റ്റേ ഓപ്പൺ ടു ലവ്. ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ബ്യൂട്ടിഫുൾ സോൾസുകൾക്കെല്ലാം തന്നെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഇത് ഒരുപാട് എനർജികൾ ഉൾക്കൊള്ളുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നന്നായി മെഡിറ്റേറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക. വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കുന്നതിന് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജനിച്ച നാളും കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ പേരും ജനിച്ച മാസവും മതിയാകും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോണിലിരുന്ന് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. പരസ്പരം നമ്മൾക്ക് ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ കമൻറ്റിന് മാത്രം മറുപടി പറയുക എന്നുള്ളതല്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിഷമിച്ചെഴുതുന്നത് ചിലപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ആ വിഷമിച്ച മനസ്സുകൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഒരു ആശ്വാസം കൊടുക്കാം. ഒരു ഗ്രേറ്റ് എനർജി പാസ്സാണ് അവിടെ നടക്കുന്നത്. തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമുക്ക് പോലും അറിയാത്ത മനുഷ്യരുടെ ആ ഒരു വിഷമങ്ങളിൽ പങ്കുചേരുക എന്നത് വലിയ മനസ്സുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വലിയ മനസ്സുകൾക്ക് ഉടമകളാകാൻ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.